എത്ര വലുതായാലും ആ നമ്മുടെ മോൻ തന്നെയല്ലേ. നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കണത്? അതിന് ഞാനെന്ത് പറഞ്ഞെന്നാ? അവൻ ചെറുതൊന്നുമല്ലല്ലോ, ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു ഭാര്യയില്ലേ. നീ എന്തിനാ ഈ വയസ്സാം കാലത്ത് അവന്റെ പിറകെ നടന്ന് ഈ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിൽക്കുന്നത്? അതിനൊക്കെ അവൾ നോക്കില്ലേ? ഇത്രയും കാലം ഇവിടുത്തെ പണിയൊക്കെ ഞാൻ തന്നെയല്ലേ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അവള് വന്നുകൊണ്ട് എല്ലാ പണിയും അവൾക്ക് കൊടുക്കാനാ? അതൊന്നും വേണ്ട. എല്ലാ കാര്യവും ആ കുട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാൻ പറ്റില്ലേ? അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. ഇതെന്തിനാ അവന്റെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കണം, ഷൂ തുടച്ചു കൊടുക്കാനും കാർ തുടയ്ക്കാനൊക്കെ നീ നിൽക്കുന്നത്? അതൊക്കെ അവര് ചെയ്യില്ലേ, അവർക്കൊരു പ്രശ്നമില്ലല്ലോ. ഓ, നിങ്ങളൊന്ന് പതുക്കെ പറയും, കുട്ടികൾ കേട്ട് വരണ്ട. പിന്നെ എൻ്റെ മരുന്നൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്? നീ ഇങ്ങനെ ഏത് നേരവും മരുന്നും കഴിച്ചിരുന്നോ? അവസാനം കഴിച്ച് അതിന് വേറെ എന്തെങ്കിലും അസുഖം വരും. നിന്റെ ഈ പണിയൊക്കെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്താൽ തന്നെ ഈ അസുഖമൊക്കെ മാറും. ഇതിപ്പം അവൻ്റെ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് കിട്ടും പറഞ്ഞാൽ ഇതിപ്പോൾ ഡബിളല്ലേ. ഇതിപ്പോൾ അവളുടെ കാര്യം കൂടി നീ ചെയ്ത് കൊടുക്കണ്ടേ? നമ്മൾ ജീവിക്കാൻ തന്നെ മക്കൾക്ക് വേണ്ടി തന്നെയല്ലേ. അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ വേണ്ടിട്ട് മാറി നിൽക്കാൻ പറ്റുമോ അച്ഛനും അമ്മയും? എന്തായാലും പിള്ളേർക്ക് രണ്ടാൾക്ക് നല്ല ജോലിയൊക്കെ ഇല്ലേ. എന്തെങ്കിലും വയസ്സാം കാലത്ത് ആയാൽ തന്നെ നന്നായി നോക്കും കുട്ടികൾ. ലക്ഷ്മിയെ, നീ ആ ചിന്തയും വെച്ച് നടക്കണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഈ വയസ്സാം കാലത്ത് ആകായിട്ടും ആ സെക്യൂരിറ്റി പണിക്ക് പോകുന്നത്. ആകുന്നത്ര കാലം ഒറ്റ ആളെയും ആശ്രയിക്കാണ്ട് ജീവിക്കുക. ഇത് 1 രൂപയ്ക്ക് വേണ്ടി മക്കളുടെ മുന്നിൽ കൈനീട്ടാൻ പോയണ്ടല്ലോ, അപ്പം മനസ്സിലാവും എല്ലാ മക്കളുടെയും തനി കോണം. നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യ പറയണത്? മറ്റുള്ള കുടുംബങ്ങളിൽ അങ്ങനെയാണ് വേണ്ടിട്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ആവുമോ? അതിന് വേണ്ടിയിട്ടാണ് അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഒരു ജോലിയൊക്കെ ആക്കി കൊടുത്തത്. എൻ്റെ മോൻ അങ്ങനെയൊന്നും ആവില്ല, നമ്മളെ നന്നായിട്ട് നോക്കും. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ലക്ഷ്മി. അല്ലെങ്കിൽ ഈ അമ്മമാർ ഒരിക്കലും മക്കളെ വിട്ടുകൊടുത്ത് സംസാരിക്കില്ലല്ലോ. ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്കൊരു കുഴപ്പമുണ്ടല്ലോ. പക്ഷെ എനിക്കെന്തിനും പറ്റിയ ആ മിഷൻ അവിടെ വെറുതെ കിടക്കുകയല്ലേ. ആദ്യമൊക്കെ നീ അടിച്ചതാണല്ലോ, ഇപ്പം എന്താ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത്? ആളുടെയെങ്കിലും തുണി അടിച്ച് കുറച്ച് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ നോക്ക്. പിന്നെ ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് അതും അടിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പോവല്ലേ. ഒന്നാമത് നിങ്ങൾ ജോലിക്ക് പോകണം തന്നെ മോനെ കണ്ടുവിടാ. അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അവൻ എന്താ പറയാന്നറിയില്ല. ഈ അച്ഛനമ്മമാരും മക്കൾക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസയിൽ ഒരു കണക്കുണ്ടാവില്ല, അത് ആരും ഒന്നും പറയില്ല. പക്ഷേ ഈ മക്കൾ അച്ഛനമ്മമാർക്ക് വേണ്ടി ചിലവാക്കുന്ന ഓരോ രൂപയിലുണ്ടല്ലോ, അതിനൊക്കെ കണക്കുണ്ട് ലക്ഷ്മിയെ. ഇപ്പം തന്നെ മാസം എത്ര രൂപയ്ക്കാണ് എനിക്ക് മരുന്ന് മേടിക്കുന്നറിയോ? അല്ല, പറയുന്ന അവൻ വാഴിച്ചു തരുമോ? അതിനാ നീ മരുന്ന് കഴിക്കേണ്ടെന്ന് പോലും അവനെ അറിയില്ലല്ലോ അല്ലേ. നിങ്ങൾ അതും പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കല്ലേ. നമ്മുടെ കുട്ടികളൊന്നും അങ്ങനെ ആയിരിക്കില്ല. ഓ, നിങ്ങൾക്ക് എന്താ ഒരു വല്ലായ്മ പോലെ? എന്നാലും ഉറക്കം വെച്ചിൻ്റെയാണ് തോന്നുന്നു. ഞാൻ കഞ്ഞി എടുത്ത് വെക്കാം, വരേ. കൃഷ്ണേട്ടാ, ഇത്ര നേരമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? ഈ തള്ളി ഇതെന്താക്കിയതാ? അതെ, സമയം 7:30. നിങ്ങൾ എന്തേ കിടക്കുന്നത്? രാത്രി തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് എനിക്ക് 8 മണിക്ക് പോകണം എന്നുള്ളത്. മോളെ, അമ്മ രാവിലെ 5 മണിക്ക് എണിച്ച് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറിക്കുള്ള പച്ചക്കറികൾ അരിഞ്ഞു. പക്ഷെ അവിടെ തീരെ നിൽക്കാൻ പറ്റണില്ല. കയ്യും കാലൊക്കെ കുഴഞ്ഞിട്ടെ പനി വരുന്ന പോലെയുണ്ട്. അതാ വന്ന് കിടന്നത്. അല്ല, നിങ്ങൾ എന്തിനാ കിടക്കുന്നത്? പനിയൊന്നും വന്നിട്ടില്ലല്ലോ. എന്നാൽ ഇന്നലെ തന്നെ പറയണായിരുന്നു എനിക്ക് പറ്റില്ല എന്നുള്ളത്. മനുഷ്യന് മെനക്കെടുത്താനായിട്ട്. മൂക്ക വേഗം പോകണം വേണ്ടിട്ട് അമ്മ കറി ഉണ്ടാക്കാൻ വേണ്ടി കഷ്ണമൊക്കെ അരിഞ്ഞതാ. ഒട്ടും പറ്റുന്നില്ല മോളെ. അമ്മ എന്റെ ഷർട്ട് അയൺ ചെയ്ത് വെച്ചില്ല, അതെവിടെ? അയൺ ചെയ്ത് വെക്കാൻ? ഇതാ ഇത്രയും നേരമായിട്ട് എണീറ്റിട്ടില്ല. അടുക്കളയിൽ ഒരു സാധനം പോലും ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ടല്ലേ അയൺ ചെയ്ത് വെക്കണത്? ഒന്നും ചെയ്തില്ലേ? അതെന്ത് പറ്റിയമ്മ? പനി വന്നിട്ടൊന്നുമില്ല, വരുന്ന പോലെ ഉണ്ട്. വേണ്ടേ ഇതാ കയറി കിടക്കുക. എന്നാ ഇതൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ട് കിടന്നാ പോരായിരുന്നോ? മക്കൾക്ക് പോണെന്നൊരു ബോധം വേണ്ടേ അവർക്ക്? എന്താമത്, ചെറിയ പനി വരുമ്പോഴേക്കും കുട്ടികളെ പോലെ അങ്ങ് കയറി കിടക്കുക? അവിടെ ഗുളിയൊക്കെ ഉണ്ടാവല്ലോ, അത് കഴിച്ചിട്ട് പണിയൊക്കെ ചെയ്തു തന്നൂടെ? ഇതിപ്പോ 2 ആൾക്കും ജോലിക്ക് വേണ്ടതല്ലേ? ഞങ്ങൾക്ക് സമയം വൈകില്ലേ? രാവിലെ എണീറ്റപ്പോ 2 ഗുളിക കഴിച്ചതാ മോനെ. പക്ഷെ ഒരു കുറവുമില്ല. ഒന്ന് അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോ? മനു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി. എനിക്കും നേരത്തെ വേണം, ഓഡിറ്റിംഗ് ഉള്ളതാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഈ സമയത്ത് ആയില്ലമ്മേ, അവിടെയൊക്കെ തിരക്കായിരിക്കും. അമ്മ ഒരു കാര്യം ചെയ്യും, 2 ഗുളികയും കൂടി കഴിച്ചിട്ടൊന്ന് കിടക്ക്. എടാ, നമുക്ക് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം. 5 മിനിറ്റ് ഞാൻ ഷർട്ട് അയൺ ചെയ്യട്ടെ.
ആ കൂടി പെട്ടുപോയത്. അതെ, വേഗം റെഡി ആവണേ, എനിക്ക് ഒട്ടും സമയമില്ല. കഷ്ടം തന്നെ. ഇന്ന് ഓഫല്ലേ, നമുക്ക് രണ്ടാൾക്ക് എവിടെയെങ്കിലും പോയാലോ? വീട്ടിലിരുന്നിട്ട് ആകെ ബോറടിക്കുന്ന മനു. ഈ ചൂടത്ത് എവിടെ പോകാനാടോ? ഒരു കാര്യം ചെയ്യാം, നീ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലക്സിലെ സിനിമയ്ക്ക് ബുക്ക് ചെയ്യ്, AC കൊണ്ടിരിക്കാലോ. അതിന് പുതിയ പടങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ, ഇറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഇനിയിപ്പോൾ മെയ് 21 ആകണം ദൃശ്യം 3 റിലീസ് ആവാൻ. അല്ല, വേറെ എവിടെയെങ്കിലും പോയാലോ? വേറെ അങ്ങോട്ടും കഴിയില്ലടോ, അമ്മാര് ഇതല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, കണ്ടതാണെങ്കിലും കുഴപ്പമില്ല, മോഹിനിയാട്ടെ ഒന്നുകൂടി ബുക്ക് ചെയ്യ്. അത് ഈ അടുത്തായിട്ട് നെറ്റ്ഫ്ലിക്സിൽ വരും, അന്നേരം കണ്ടാൽ പോരെ? അത് നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും വരുന്ന ആർക്കറിയാം. നല്ല സിനിമയിൽ ഒന്നുകൂടി ബുക്ക് ചെയ്തോ. ബുക്ക് ചെയ്യുമ്പോൾ 650 സീറ്റ് ബുക്ക് ചെയ്യണം, അത് കിടന്ന് കാണാലോ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബീച്ചിൽ കയറാം, അപ്പോഴേക്കും വെയിൽ ആറില്ലേ. എന്നാ പിന്നെ അതാ നല്ലത്, ഞാൻ ഇപ്പം തന്നെ ചെയ്യട്ടെ. മോനെ, അമ്മൻ്റെ മരുന്നൊക്കെ കഴിഞ്ഞിരിക്കടാ, ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമോ? മരുന്നോ? 1500 റുപ്യ കൊടുത്തിട്ട് ഇന്നാളല്ലേ വാങ്ങി തന്നത്. അത് 15 ദിവസത്തേക്കല്ലേ മോനെ, കഴിഞ്ഞിട്ട് 2 ദിവസമായി. ഞാൻ പിന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടാവേണ്ട പറയാതിരുന്നത്. അപ്പം അമ്മയ്ക്ക് തീരെ നടക്കാനും കഴിയുന്നില്ലേ, ആ മരുന്ന് കഴിച്ചാലേ കുറച്ച് ഭേദം ഉണ്ടാവുള്ളൂ. എന്താ അമ്മത്, മാസം 3000 രൂപയുടെ മരുന്നോ? അമ്മ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ടമ്മേ. വീട്ടിൽ ലോൺ ഉണ്ട്, എൻ്റെ കാറിൻ്റെ EMI ഉണ്ട്, ബാക്കി ഞങ്ങൾക്ക് ചിലവില്ലേ. അമ്മ, ഈ ഡോക്ടർ പറഞ്ഞ പോലെ അങ്ങനെ മുഴുവൻ എല്ലാ ദിവസവും മരുന്ന് കഴിക്കണമെന്നില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്ക്. ഈ കാല് വേദനയ്ക്ക് പ്രായത്തിൻ്റെ അമ്മേ, ഈ മരുന്ന് കഴിച്ചുകൊണ്ടൊന്നും മാറില്ല. അതെ, വാങ്ങിച്ചു കൊടുക്ക. എന്താ പറയുന്ന കേക്ക് മനു. അമ്മേ, അത് ടേബിളിൽ വെച്ചാൽ ഞാൻ കുറച്ചുകൊണ്ട് വാങ്ങിച്ചു തരാം. എന്തിനാണ് ഇവിടുത്തെ പൈസ ലാക്കാൻ വേണ്ടി? ഇതാണെങ്കിൽ 3000 ചിലവുള്ളൂ. അങ്ങനെ വയ്യാണ്ട് കിടന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ഒരു വേലക്കാരനെ വെക്കേണ്ടി വരും. അപ്പം മാസം എത്ര രൂപ എണ്ണി കൊടുക്കണം മനുവിന് അറിയാലോ. അത് ശരിയാ, വയ്യാണ്ട് അമ്മ കിടന്നാലേ നമ്മളെ കിട്ടൂ. അല്ല, ടിക്കറ്റ് കൺഫേം അല്ല, ഞാൻ പോയി മാറട്ടെ. ആ, അതൊക്കെ കൺഫേമാ. ആ, അന്ന് മാമൻ്റെ ചടങ്ങിന് വന്നിട്ട് പോയതാ, പിന്നെ അവിടേക്ക് വരാനേ സമയം കിട്ടിയിട്ടില്ല. അല്ല, അമ്മായിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? എന്ത് മോനെ, മൂപ്പരുള്ളപ്പോൾ ഒരു ധൈര്യമായിരുന്നു, ഇപ്പം ആകെ ഒറ്റപ്പെട്ട പോലെയാ. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഒരുമിച്ച് തന്നെയാണല്ലോ. ഇനിയിപ്പോൾ അമ്മായി അതും ഇതും ആലോചിച്ചിട്ടേ വെറുതെ സമാധാനം കളയാൻ നിൽക്കണ്ട. അല്ല, മനോട്ടനവിടെ? അവർ രണ്ടാളും കൂടി അവിടെ പുറത്തു പോയിരിക്കാൻ മോനെ. അല്ല, ചേച്ചി എങ്ങനെയാ? അമ്മേൻ്റെ അടുത്ത് സ്നേഹത്തിൽ തന്നെയല്ലേ? സ്നേഹം? സ്വന്തം മക്കൾക്ക് അമ്മൻ്റെ അടുത്ത് സ്നേഹമില്ല, പിന്നെ വന്നു കയറി മരുമോൾ എങ്ങനെയാ മോനെ സ്നേഹിക്കുക? അതെന്താ അമ്മായി അങ്ങനെ പറഞ്ഞത്? മൂപ്പരുള്ള സമയത്തൊന്നും ഒന്നിനൊരു കുറവുണ്ടായിരുന്നില്ല മോനെ. അന്നേ പറഞ്ഞതായിരുന്നു, പ്രായമായ മക്കളെ ആശ്രയിച്ച് ജീവിക്കേണ്ട, എന്തെങ്കിലും സ്വയം വരുമാനം വേണമെന്നൊക്കെ. പക്ഷെ ആ സമയത്തൊക്കെ ഞാനൊരു തമാശയായിട്ട് അത് കണ്ടത്. നമ്മുടെ മക്കളല്ലേ, അവരെത്ര വയസ്സായാലും നമ്മളെ പൊന്നുപോലെ നോക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ മൂപ്പര് പറഞ്ഞതാ മോനെ ശരി. നിൻ്റെയൊക്കെ മുന്നിൽ 1 രൂപയ്ക്ക് വേണ്ടി കൈ നീട്ടുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു വേലക്കാരി ആ സ്ഥാനമുള്ളൂ എനിക്ക്. ദൈവം സഹായിച്ചിട്ടേ നമ്മുടെ കൈക്കും കാൽക്കും ഒരു കുഴപ്പമില്ല, ആരോഗ്യമുണ്ട്. പിന്നെ എന്തിനാ അമ്മായി മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നത്? എനിക്കിപ്പോൾ അത്യാവശ്യം ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മായി. പക്ഷെ ഇന്നേ വരെ അമ്മ എൻ്റെ അടുത്ത് 1 രൂപ പോലും ചോദിച്ചിട്ടില്ല. ഇനി പറഞ്ഞു കൊടുത്താലാണെങ്കിലോ ഒന്നും മേടിക്കൂല. ഇപ്പോഴും അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലാണ് അമ്മ ജോലിക്ക് പോകണത്. പിള്ളേരൊക്കെ വിളിച്ച് കളിയാക്കും, ഇത്രയും വലിയ ബിസിനസ്സുകാരൻ്റെ അമ്മ പണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അമ്മ അതിൽ ഹാപ്പിയാ. ഞാൻ എത്ര പറഞ്ഞിട്ടും പോകണ്ടെന്ന് പറഞ്ഞിട്ടും അമ്മ പോകും. ഒരു കണക്കിന് അതൊക്കെ നല്ലതല്ലേ, കാരണം അവർക്കൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പം അമ്മ എന്താ ചെയ്യുന്നത്? വീട്ടിൽ വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇതുപോലെ എത്ര സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അമ്മ ഒന്ന് ചിന്തിച്ചു നോക്ക്, എല്ലാവർക്കും ഒരു ജോലി ഉണ്ടെങ്കിലേ എത്ര മാറ്റം വരും. ഈ ജോലിക്ക് പോകാത്ത സ്ത്രീകളും പുറത്ത് ജോലിക്ക് പോയിട്ട് 4 ആൾക്കാരെ കണ്ട് സംസാരിച്ച് അവരൊക്കെ ആയിട്ട് ചായ കുടിച്ച്
തിരിച്ച് വീട്ടിൽ വരുന്ന സ്ത്രീകളും തമ്മിലേ നല്ല വ്യത്യാസമുണ്ട് അമ്മായി. നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ടെക്സ്റ്റൈൽസ് ഇല്ലേ, അതിൻ്റെ സൈഡായിട്ട് ഞാനൊരു ടൈലറിങ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാഫിനൊക്കെ ആവശ്യമുണ്ട്. എന്തായാലും അമ്മായിക്ക് സ്റ്റിച്ചിങ് ഒക്കെ അറിയാലോ, അപ്പം നാളെ തന്നെ അങ്ങോട്ട് പോര്. അവിടെ വേറെയും കുറേ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. പിന്നെ ദിവസം തുണിയെടുക്കാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ അവർക്കായിട്ടൊന്ന് സംസാരിച്ച് മാസം നല്ലൊരു സാലറി കിട്ടുമ്പോഴേ ഈ കാണുന്ന അമ്മായി ആയിരിക്കില്ല, നല്ല മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഈ മക്കളുടെ മുന്നിലേ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവർക്കൊന്നും ഒരു വില ഉണ്ടാവില്ല അമ്മായി. ആ കൂടെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക. ഞാൻ നാളെ തന്നെ വരാം മോനെ. ആ അത്രേ ഉള്ളൂ. എന്തായാലും അമ്മായി എനിക്ക് കുറച്ച് തമിഴ്നാട് ഒന്ന് പോകണം, യൂണിഫോം ഒന്ന് പർച്ചേസ് ചെയ്യാണ്ട്. അപ്പം നാളെ എന്തായാലും മറക്കണ്ട, നേരത്തെ തന്നെ വരണം. എന്തായാലും വരും. ഈ വയസ്സാം കാലത്ത് എന്നെ നാണം നിർത്താനുള്ള പരിപാടിയാ? അവൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ ആള് വേണം പറഞ്ഞിട്ട് അമ്മയാണ് അങ്ങോട്ട് പോകുന്നത്. എന്നാൽ അവന് ഇവിടെ വന്നിട്ട് അമ്മനെ വിളിക്കാൻ തോന്നിയല്ലോ. അവനെ കാണിച്ചു കൊടുക്കാൻ വിളിച്ചിട്ട് രണ്ട് ചീത്ത പറയട്ടെ. നിക്കടാ, നീ ആരെ ഈ ചീത്ത പറയാൻ വേണ്ടി വിളിക്കാൻ നിൽക്കണേ? അതിനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? അമ്മയ്ക്ക് പയ്യാണ്ടായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാനോ ഒന്ന് മരുന്ന് വാങ്ങിച്ചു തരാനൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. നിങ്ങളുടെ ഓരോ രൂപയ്ക്കും നല്ല വിലയുണ്ട് അല്ലേ? അച്ഛൻ ഇത്രയും കാലമായിട്ട് നിനക്ക് വേണ്ടി എത്ര പൈസ ചെലവാക്കിയിട്ടുണ്ടെന്ന് അറിയോ? അതിനൊന്നും ആ മനുഷ്യൻ ഇന്നേവരെ കണക്കൊന്നും വെച്ചിട്ടില്ല. മക്കള് വേണ്ടിട്ട് തന്നിട്ടേ ഉള്ളൂ. അതൊക്കെ വിട്, പണ്ടത്തെ കാര്യമല്ലേ. ഇനി എന്തായാലും മോനെ, എനിക്ക് വേണ്ട പൈസ ഞാൻ ഉണ്ടാക്കും. അതിനാരെങ്കിലും തടയാൻ വന്നിട്ടുണ്ടല്ലോ. അമ്മ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത എനിക്ക് ജോലിക്ക് പോകാൻ സമയമായതുകൊണ്ടാണ്. എല്ലാ മാസവും അമ്മയ്ക്ക് മരുന്ന് മേടിച്ച് തന്നാ പോരെ, അത് ഞാൻ തരാം പോരെ. നിന്റെ ഒന്നും ഔദാര്യം എനിക്ക് വേണ്ടടാ. ആ പൈസ നിങ്ങൾ മാസത്തിൽ എനിക്ക് എന്തിനാ തരുന്നെന്ന് നല്ല ബോധ്യമുണ്ട്. പിന്നെ നീ എന്നെ ഭരിക്കാൻ നിൽക്കണ്ട, ഞാനാ നിന്റെ അമ്മ. ഞാൻ പോന്ന് പറഞ്ഞാൽ പോവും, അതിലൊരു മാറ്റവും ഇല്ല. നാണം കെടുത്തി ഇറങ്ങുള്ളൂ. ഒരു മാസമായി മനു അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്. അവിടെ ഭക്ഷണം കൊണ്ട് വന്നിട്ടേ ഇവിടുത്തെ രാവിലെ ചായ മാത്രം ഉണ്ടാക്കുന്നുള്ളൂ, പിന്നെ രാത്രി വന്നാൽ കഞ്ഞിയും. അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? മനുഷ്യൻ മടുത്തു. അടിക്കുക മാത്രമേ ഉള്ളൂ, ബാക്കി തുടയ്ക്കുന്ന പാത്രം കഴുകാനൊക്കെ ഞാൻ ഒറ്റയ്ക്കാ. എനിക്ക് മതിയാവുന്നുണ്ടേ. നിങ്ങൾ അമ്മൻ്റെ അടുത്ത് നിർത്താൻ പറഞ്ഞോ? ആ ഞാൻ നിർത്താൻ പറഞ്ഞ അമ്മ ഇപ്പൊ കേട്ട പോലെ തന്നെ. വെറുതെ ഒന്നും വേണ്ട, മാസം 5000 കൊടുക്കാന്ന് പറയേ. എനിക്ക് ഇവിടുത്തെ പണി ചെയ്ത് മതിയായി മനു. ആ 5000 കൊണ്ട് അങ്ങോട്ട് ചെന്നാ മതി. എടാ അവിടെ 15000-ന് മുകളിൽ അമ്മ ഉണ്ടാക്കുന്നുണ്ട്. പഴയ അമ്മയല്ലടോ, ഇപ്പൊ കരച്ചിലും വീഴ്ചനൊന്നുമില്ല. ഞാൻ എന്തായാലും പറഞ്ഞുണ്ടല്ലോ, ഇങ്ങോട്ട് നല്ല ചീത്ത പറയും. എന്തെങ്കിലും പറഞ്ഞൊന്ന് സോപ്പിടും മനു. മോൻ പറഞ്ഞ കേൾക്കാതിരിക്കോ? അല്ല അമ്മ എങ്ങോട്ടാ? ആ അത് ഞാൻ പറയാൻ വിട്ടുപോയി മോനെ. ടെക്സ്റ്റൈൽസേ 3-4 ദിവസം ലീവാ. ഇപ്പൊ സ്കൂൾ തിരക്കൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടിയിട്ടേ മൈസൂർ ഊട്ടിയൊക്കെ പോവാ. ഞാനൊരു 4 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. അല്ല അമ്മ ട്രിപ്പൊക്കെ പോയിക്കോ, പക്ഷെ ഇനി ഈ മാസം കൂടി ജോലിക്ക് പോയാൽ മതി കേട്ടോ. അടുത്ത മാസം മുതൽ അമ്മ വരുന്നില്ല പറയണേ. വേറെ ഒന്നുമല്ല അമ്മ, അമ്മ പോയപ്പോഴേ ഇവിടെ പണിയൊക്കെ ചെയ്യാനാവുന്നില്ല. ഇപ്പൊ ഞാനാ ഇവിടുത്തെ തുടക്കലൊക്കെ, നടുവ് നല്ല വേദനയുണ്ട് അമ്മേ. ഈ ചെറിയ പ്രായത്തിലുള്ള നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ പ്രായമുള്ള ഒരുത്തി ഇവിടെ അടിച്ച് തുടച്ച് പാത്രം കഴുകി ഭക്ഷണം ഉണ്ടാക്കി നിങ്ങളുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് അലക്കി മടക്കി തരണല്ലേ? നാണമില്ലടാ നിനക്കിത് പറയാൻ. നിന്റെ കള്ളക്കണ്ണീരൊന്നും എൻ്റെ അടുത്ത് വില പോയില്ല മോനെ. നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ. എന്തായാലും അമ്മ രാവിലെ 10 മണിക്കല്ലേ ജോലിക്ക് പോവാ. അതിന് മുമ്പ് ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് ചെയ്തിട്ട് പോയിക്കൂടെ? 3 ആളും ജോലിക്ക് പോകുന്നവരല്ലേ. എന്നെ കൊണ്ടാവുന്ന പോലെ ഇവിടുത്തെ പണിയൊക്കെ ചെയ്തിട്ടാ ഞാൻ പോകുന്നത്. ബാക്കി പിന്നെ 2 ആളും കൂടി ചെയ്യ്. ഈ അമ്മായിമ്മമാരെ നോക്കേണ്ടതേ മരുമക്കളുടെ കടമയല്ലാന്ന് നിങ്ങളൊക്കെ പാടി നടക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ അമ്മായിമ്മ എന്തിനാടി മരുമകളെ നോക്കേണ്ട ആവശ്യം? അത് ഞങ്ങളുടെ കടമയാ. ഓ അങ്ങനെയാണല്ലേ. അമ്മ ഈ വീടിന്റെ ലോൺ അടിക്കുന്നത് ഞാനാണേ, അത് മറക്കണ്ട. അതിന് ഈ വീടിരിക്കുന്ന 14 സെന്റ് സ്ഥലമേ അച്ഛൻ ഒറ്റയ്ക്കാടാ വാങ്ങിച്ചത്. വെറും 8 ലക്ഷം മാത്രമല്ലേ നീ ലോൺ എടുത്തിട്ടുള്ളൂ. ബാക്കി പൈസ മുഴുവൻ ഇറക്കിയതേ അച്ഛനാ. ചുരുക്കി പറഞ്ഞ ഈ വീട് എൻ്റെ തന്നെയാ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയാൻ എനിക്ക് അറിയാനിട്ടല്ലോ മോനെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാനും നീയും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. മര്യാദക്കാണെങ്കിൽ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ രണ്ടിനും എൻ്റെ സ്വഭാവം അറിയാലോ.
എന്നാ ശരി, സമയമായി. പ്രായമായാൽ നമുക്കൊന്നിനും കഴിയില്ല. ബാക്കിയുള്ള കാലം മക്കളെ ആശ്രയിച്ച് ഒതുങ്ങിക്കൂടാനുള്ളതാണെന്ന് വിചാരിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കുമുള്ള പ്രചോദനമാവട്ടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക.